നമസ്കാരം. വില്ലേജ് ന്യൂസ് ടിവിയിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം. നാളെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ കണ്ണൂരും കാസർഗോഡും സംഘർഷ സാധ്യത കണക്കാക്കി സുരക്ഷ വർദ്ധിപ്പിച്ചു. 7 ജില്ലകളിലായി 2055 പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ടെന്നാണ് കണക്ക്. ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പോളിംഗ് കുറഞ്ഞതിൽ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ആശങ്ക. 58.24% പോളിംഗ്. വയനാട് തിരുനെല്ലിയിൽ രാത്രി വോട്ട് ചോദിക്കാനെത്തിയവരെ തടഞ്ഞ് ഉന്നതി നിവാസികൾ. കോൺഗ്രസ് ലീഗ് പ്രവർത്തകരാണ് എത്തിയത്. 2 കൊല്ലം മുമ്പ് മരിച്ച വേണുവിന് സുഖമാണോ എന്ന് അന്വേഷിച്ച് എത്തിയ രാഷ്ട്രീയക്കാർ മദ്യം വിതരണം ചെയ്യാനും ശ്രമിച്ചതായി രോഷാകുലരായ യുവാക്കൾ പറഞ്ഞു. ഇന്നലെ വോട്ട് ചെയ്യാൻ പോയ കുടുംബത്തിന് നേരെ പൊന്മുടിയിൽ കാട്ടാന ആക്രമണമുണ്ടായി. കാറിന് സാരമായ കേടുവരുത്തിയെങ്കിലും ആൾക്കാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. വോട്ടെടുപ്പിനിടയിൽ സർവേ ഫലം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് ശാസ്തമംഗലം വാർഡിലെ സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ. വിവാദമായതോടെ ഫേസ്ബുക്കിലെ പോസ്റ്റ് പിൻവലിച്ചു. കള്ളവോട്ട് ചെയ്യാനെത്തിയെന്നാരോപിച്ച് ട്രാൻസ്ജെൻഡർമാർക്കെതിരെ പ്രതിഷേധമുയർത്തിയ BJP പ്രവർത്തകനെ കയ്യേറ്റം ചെയ്തത് ഇന്നലെ വഞ്ചിയൂരിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതിൽ വ്യാപക പ്രതിഷേധം തുടരുന്നു. ഇത് നടിയുടെ മാത്രം പ്രശ്നമല്ല എന്നും കേരളത്തിന്റെ ആകെ പ്രശ്നമാണെന്നും ഈ ക്രിമിനൽ കുറ്റത്തിന് ആര് കൊട്ടേഷൻ നൽകിയെന്ന് വ്യക്തമാകണമെന്നും വിവിധ മേഖലകളിലെ പ്രശസ്തർ അഭിപ്രായപ്പെട്ടു. UDF കൺവീനർ അടൂർ പ്രകാശ് ദിലീപിനെ വെറുതെ വിട്ടതിനെ ന്യായീകരിച്ചത് KPCC ഇടപെട്ട് തിരുത്തി. മാവേലി എക്സ്പ്രസിന് നേരെ തിരുവനന്തപുരത്ത് പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപം വച്ച് കല്ലേറുണ്ടായി. ആർക്കും പരിക്കില്ല. ഇന്നലെ രാത്രി 7:30-ക്കായിരുന്നു സംഭവം. മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ചാക്ക തിരുവല്ലം റോഡിൽ ഈ മാസം 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെ രാത്രിയിൽ 11 മണി മുതൽ രാവിലെ 5 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. നികത്താതെ തുടരുന്ന 30,000 ലോക്കോ പൈലറ്റുമാരുടെ ഒഴിവുകൾ ഇൻഡിഗോയിലെ പോലെ റെയിൽവേയിലും ഭീഷണി ഉയർത്തുന്നതായി റിപ്പോർട്ട്. 1.47 ലക്ഷം ലോക്കോ പൈലറ്റുമാർ വേണ്ടിടത്ത് 1.15 ലക്ഷം പേരാണ് ഇപ്പോൾ റെയിൽവേയിൽ ജോലി ചെയ്യുന്നത്. VC-മാരുടെ നിയമന തർക്കത്തിൽ സമവായത്തിനായി മന്ത്രിമാരായ P. രാജീവും R. ബിന്ദുവും ഇന്ന് രാവിലെ ഗവർണറെ ലോക്ഭവനിലെത്തി കണ്ടു. 19-കാരിയെ തലക്കടിച്ചു കൊന്ന കാമുകൻ അലനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊച്ചി മലയാറ്റൂരിൽ ചിത്രപ്രിയയുടെ മൃതദേഹം വീടിന് 1 കിലോമീറ്റർ അകലെയുള്ള ഒഴിഞ്ഞ പറമ്പിലായിരുന്നു കണ്ടത്. ഒഡീഷയിൽ MLA-മാരുടെ ശമ്പളം അലവൻസുകൾ ഉൾപ്പെടെ 3.45 ലക്ഷമാക്കി. ഓരോ 5 വർഷവും ശമ്പളം വർദ്ധിപ്പിക്കും. സിറ്റിംഗ് MLA മരിച്ചാൽ കുടുംബത്തിന് 25 ലക്ഷം രൂപ നൽകും. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും നിങ്ങളിലേക്ക് എത്തുവാൻ വില്ലേജ് ന്യൂസ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.